പരിഹരിച്ചുകൊണ്ട് സിനിമയിറക്കി. മാന്യ മുഅ്മിനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം, ഈ മടവൂരിസം ഇസ്ലാമികമാണോ? ഇത് ഇസ്ലാമികമാണോ? ഇത് മുജാഹിദ് പ്രസ്ഥാനമാണോ? ഇത് ഇസ്ലാഹി ആദർശമാണോ? ഇത് തൗഹീദിന്റെ വാഗ്ദാക്കൾക്ക് അനുയോജ്യമായതാണോ? ഇത് ഖുർആൻ സ്വീകരിക്കുന്നവർക്ക് പറ്റിയതാണോ? ഇത് സുന്നത്തിന്റെ മാർഗമാണോ? എന്താണ് നിങ്ങൾ കേട്ടു നോക്കൂ. ഇത് ഇല്ലല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പള്ളിയെ കൊന്നു. ഒരു പള്ളിയെ കൊല്ലാൻ ഡോക്ടർ സുഹൈർ രണ്ടാമത് അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അങ്ങനെയാണ്. അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകളെ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോവാ. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവാ നടത്തിയത്. പള്ളിയുടെ കാര്യങ്ങളോ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യങ്ങളോ ലജ്ജയില്ലേ? എങ്ങനെയുണ്ട് കൊടുങ്കാറ്റ്? ആർക്കെതിരെയാ കൊടുങ്കാറ്റ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെതിരെയാ കൊടുങ്കാറ്റ്. കാരണം ഇവർ പരിഹസിച്ചപ്പോൾ അറിഞ്ഞില്ല ആരെയാണ് പരിഹസിച്ചതെന്ന്, ആക്ഷേപിച്ചപ്പോൾ അറിഞ്ഞില്ല ആരെയാണ് ആക്ഷേപിച്ചതെന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്റെ നാവിലൂടെ പുറത്തേക്ക് വന്ന വാചകത്തെയാണ് അല്ലാഹു വഹയി മുഖാന്തരം